കുട്ടികളുടെ മടിയാണ് നാം പറഞ്ഞു വന്നത്. കുട്ടികൾക്ക് പല രൂപത്തിൽ മടി ഉണ്ടാകും. പഠിക്കാൻ മടി, ഹോംവർക്ക് ചെയ്യാൻ മടി, അത് മദ്രസയിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും സ്കൂളിലേക്ക് പോകാൻ മടി, മദ്രസയിലേക്ക് പോകാൻ മടി, മുതിർന്നവർക്ക് മടി, പുരുഷന്മാർക്ക് മടി, സ്ത്രീകൾക്ക് മടി. എന്താ പുരുഷന്മാരുടെ മടി? പുരുഷന്മാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രായമുള്ളവരാണ്. കുട്ടിത്തം കഴിഞ്ഞിട്ടുള്ള പ്രായം. 18 വയസ്സ് വരെയാണ് കുട്ടിത്തമുള്ളത്. അതിന് ശേഷമുള്ളവർക്കാണ് യുവാക്കൾ, മുതിർന്നവർ എന്നൊക്കെ പറയൽ. ജോലി ചെയ്യാൻ മടി, ജോലി അന്വേഷിക്കാൻ മടി, ഇങ്ങനെ പല കാര്യത്തിനും അവർക്ക് മടിയാണ്. ഒരു ഭാഗത്തേക്ക് പോകാൻ വലിയ മടിയാണ്. എണിച്ചിട്ടങ്ങോട്ട് പോകണ്ടേ, അതിന് മടി. അതേപോലെ സ്ത്രീകൾക്ക് മടി, അലക്കാൻ മടി, അതേപോലെ തന്നെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കാൻ മടി, ഇങ്ങനെ പല ജാതി കുളിക്കാൻ മടി, ഇങ്ങനെ പല ജാതി മടികൾ ഉണ്ടാവാറുണ്ട്. ആണുങ്ങൾക്കുണ്ട്, സ്ത്രീകൾക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട് മടി. അപ്പോൾ ഈ മടികളൊക്കെ നമ്മൾ മാറ്റി വച്ചിട്ടില്ലെങ്കിൽ നമുക്ക് അതുകൊണ്ട് പല നഷ്ടങ്ങളും സംഭവിക്കും എന്നാണ് നമ്മുടെ ഈ മടി എന്ന മനഃശാസ്ത്ര ക്ലാസ്സിലൂടെ നമുക്ക് കൊടുക്കുവാനുള്ള സന്ദേശം. മടിയാവാം, അതിനൊക്കെ ഒരു പരിധി വേണം. ഫുൾ മടിയന്മാരായിട്ടുണ്ടെങ്കിൽ പണ്ട് കാരണന്മാർ പറയും പോലെ മടിയൻ മല ചുമക്കും, മടിയൻ മല ചുമക്കും. എന്താണ് അതിൻ്റെ ഉദ്ദേശം? ചെറിയ കാര്യങ്ങൾ ചെയ്യേണ്ടുന്നുണ്ട്, ചെറിയ കാര്യങ്ങൾ ചെയ്യേണ്ടടുത്ത് അത് ചെയ്യാതിരിക്കുക. അങ്ങനെ ചെയ്യാതെ ഒരു മലയോളം കാര്യങ്ങൾ ചെയ്യാനുണ്ടാകും. ഒരുപാട് കാര്യങ്ങൾ, ധാരാളം കാര്യങ്ങൾ ചെയ്യാനുണ്ടാകും. അപ്പോൾ എല്ലാം കൂടി നോക്കുമ്പോൾ ഒരു മലയോളം വരും. അപ്പോൾ മടിയൻ എന്നുള്ള മടിയൻ മല ചുമക്കും എന്ന് പറഞ്ഞാൽ ഇതാണ്. ഒരു കാര്യം ചെയ്യാനുണ്ടാകും, 2 കാര്യം ചെയ്യാനുണ്ടാകും. അത് പിന്നെ കൂടി വന്ന് 1000ഉം 10,000ഉം ഒരു മലയോളം ഉണ്ടാകുന്നു. അപ്പോൾ ചെയ്യേണ്ടുന്ന കാര്യം ചെയ്യേണ്ടുന്ന സമയത്ത് ചെയ്യേണ്ടുന്നവൻ എന്താക്കണം? കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അവർക്കതുകൊണ്ട് നഷ്ടമാണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. സാമ്പത്തിക നേട്ടം കിട്ടുന്ന കാര്യമായിക്കോട്ടെ, ഒരാൾ വിളിച്ചു വൈകുന്നേരം വാ, സാമ്പത്തിക നേട്ടം തരാം. അതല്ലെങ്കിൽ ഉച്ചക്ക് വാ, അല്ലേ, വൈകിട്ട് വാ, നാളെ രാവിലെ വാ. ഇവൻ മടി കാരണമായി പോയില്ല. പോകാത്തത് കൊണ്ട് അവിടുന്ന് റിട്ടേൺ വിളി വന്നു, സമയമെല്ലാം കഴിഞ്ഞിട്ട്. നീ എന്താ വരാതെയായത്? വന്നിരുന്നെങ്കിൽ ഇത്ര പൈസ കിട്ടുമായിരുന്നു, അതല്ലെങ്കിൽ ഇന്ന ജോലി കിട്ടുമായിരുന്നു എന്ന് പറഞ്ഞു. ഇനി എന്താ ചെയ്യുക? ഒന്നും ചെയ്യാനില്ല. ഇനി ഒന്നും ചെയ്യണ്ട. മടി കാരണം അവനിക്ക് തീരാ നഷ്ടത്തിലേക്ക് പോയി കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് മടിയെ മാറ്റിവെക്കേണ്ടുന്ന സമയം കഴിഞ്ഞിരിക്കുന്നു. അതതിൻ്റെ കാര്യം. ഇനി കുട്ടികൾക്ക് പഠനത്തിൽ ഉണ്ടായിരിക്കേണ്ടുന്ന 5 ഗുണങ്ങളുണ്ട്. 5 ഗുണങ്ങൾ. പ്രത്യേകിച്ച് മടിയുടെ വിഷയങ്ങൾ പഠിക്കുമ്പോൾ അത് വിദ്യാർത്ഥികൾക്കാണ് കാര്യമായി എഫക്റ്റ് ചെയ്യുന്നത്. വിദ്യാർത്ഥികൾ പഠന വിഷയത്തിൽ മടി കാണിച്ചാൽ, അങ്ങനെ മടി കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ മടി കാരണമായി അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. പിന്നീട് പറഞ്ഞിട്ട് കാര്യമുണ്ടാവില്ല. അപ്പോൾ വിദ്യാർത്ഥികൾ പഠനത്തിൽ കാണിക്കേണ്ടുന്ന 5 കാര്യങ്ങളുണ്ട്. അതിൽ ഒന്ന്, പഠനത്തിൽ താല്പര്യമുണ്ടായിരിക്കണം. ഏത് വിഷയമാണോ പഠിക്കുന്നത്
ആ പഠിക്കുന്ന വിഷയം താല്പര്യത്തോടു കൂടി പഠിക്കണം. കുഴപ്പന്മാരാക്കി പഠിക്കരുത്. താല്പര്യമുണ്ടാവണം പഠന വിഷയത്തിൽ. താല്പര്യമില്ലെങ്കിലോ അവനിക്ക് ആ പഠിക്കുന്ന കാര്യം ഉൾക്കൊള്ളാനോ സ്വീകരിക്കാനോ മനസ്സിലാക്കാനോ പ്രാവർത്തികമാക്കാനോ കഴിയുകയില്ല. അതതിൻ്റെ കാര്യം. രണ്ടാമത്തേത് അനുസരണം വേണം. മുഖ്യമായും നമ്മളെ ആരാണോ പഠിപ്പിക്കുന്നത്, നമ്മുടെ അധ്യാപകൻ ആരാണ്, മദ്രസയിലാണെങ്കിൽ ഉസ്താദുമാരുണ്ടാവും, സ്കൂളിലാണെങ്കിൽ അധ്യാപകരുണ്ടാവും, ടീച്ചർമാർ മാസ്റ്റർമാരൊക്കെ ഉണ്ടാവും. അവരെ അനുസരിക്കൽ നിർബന്ധമാണ്. അപ്പോൾ ഈ അനുസരണം ഇല്ലെങ്കിൽ നമുക്ക് അവർ പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങൾ ഒരിക്കലും മനസ്സിലാവാതെ പോകും. നമുക്ക് ഇൽമു പഠിപ്പിച്ചു തരുന്ന അധ്യാപകരെ നാം ആദ്യം ബഹുമാനിക്കുകയും അവർ പറയുന്ന കാര്യങ്ങൾ സ്വീകരിക്കുവാനുള്ള ഒരു മനസ്സ് നമുക്ക് വേണം. അങ്ങനെ ഇല്ലെങ്കിൽ നാം പഠിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാവാതെ പോകും. അങ്ങനെ മനസ്സിലാവാതെ പോയിട്ടുണ്ടെങ്കിൽ അത് കാരണമായി നമുക്ക് തീരാ നഷ്ടമായിരിക്കും ഫലം. അപ്പം നിർബന്ധമായും നമ്മളെ പഠിപ്പിക്കുന്ന അധ്യാപകരെ ആദ്യമായി അനുസരിക്കാനും ബഹുമാനിക്കാനും പഠിക്കണം. അടുത്ത കാര്യം, നമ്മിൽ നിന്ന് പ്രായം കൂടുതലുള്ളവരെ ബഹുമാനിക്കണം. മാതാപിതാക്കളെ ബഹുമാനിക്കണം. മാതാപിതാക്കളെ ബഹുമാനിക്കാതെ പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അതുകൊണ്ട് നമുക്ക് നഷ്ടമല്ലാതെ വേറെ ഒന്നും സംഭവിക്കുകയില്ല തന്നെ. രണ്ട് കാര്യം പറഞ്ഞു. ഒന്ന് താല്പര്യം വേണം, മറ്റൊന്ന് അനുസരണം വേണം.